പല ആൾക്കാരും കുളമ്പ് രോഗത്തിന് ചെനയിൽ നിൽക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് മടി കാണിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പുള്ളിനോട് ചോദിക്കാം. അത് ജസ്റ്റ് ഒന്ന് അത് പുള്ളി ആ ടെക്നിക്കൽ കാര്യം നമുക്ക് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. പിന്നെ ഫീഡിൻ്റെ കാര്യം പുള്ളി പറഞ്ഞതുപോലെ തന്നെ പാല് നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് പാല് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഇതിൻ്റെ വിശപ്പിനെ ബാധിക്കും, ദഹനത്തെ ബാധിക്കും. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് കണ്ടുവരുന്ന കുറേ മണ്ടത്തരങ്ങളാണ് മുട്ട കൊടുക്കുക, ചോറ് കൊടുക്കുക, കഞ്ഞി കൊടുക്കുക. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടോപ്പ് ഒരു 10 ബ്രീഡർമാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്രീഡറാണ് കോച്ച് സാബ്. പുള്ളി വേൾഡ് ഫേമസ് ആണ്. ഇന്ത്യ മാത്രമല്ല, പുള്ളിയുടെ ഇവിടുന്ന് ഏകദേശം US വരെ പുള്ളി ഇവിടുന്ന് സെമൻ, പുള്ളിയുടെ NDDB ത്രൂ ഇവിടെ വന്നിട്ട് ബാദൽ ബുള്ളിൻ്റെ സെമൻ, ടൈസൺ ബുള്ളിൻ്റെ സെമൻ, അവിടെ നിന്ന് ഡയറക്റ്റ് ആൾക്കാർ വന്ന് ഫാം വിസിറ്റ് ചെയ്ത് പുള്ളിയായിട്ട് മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് സെമൻ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. कोच साहब, यहाँ पे जो मिल्किंग भैंस को जो आप लोग यहाँ पे फीड कैसी देती है? मतलब प्रेग्नेंट शुरू हो गई 3 महीने प्रेग्नेंट से जो काविंग तक, काविंग की बात जी, जो मिल्किंग का टाइम एंड होने तक, मिल्किंग बंद करने तक कैसा फीड देती है वो थोड़ा बता देना. ऐसे है बिनू भाई, सपोज किया आपकी भैंस 20 लीटर दूध दे रही है, 20 kg, तो उसको 10 kg फीड, 1 kg दूध, ½ kg फीड, वो रेगुलर डालते रहना. जैसे जैसे वो दूध कम करती है तो थोड़ा फीड कम कर देना. लेकिन ड्राई में भी उसको फीड कंटिन्यू रखना, क्योंकि हमारे उल्टा है. हम कई 2-3 कंट्री में जाके आए, तो वहाँ पे क्या होता है, जो ड्राई एनिमल हो जाता है उसको अलग से बांध देते हैं वो, और उसको डबल फीडिंग करते हैं. हम लोग ड्राई फीड को ड्राई राशन ही डालना शुरू कर देते हैं, वो बहुत गलत है. जैसे सपोज किया हम एक खिलाड़ी को वो मेडल आने के बाद में उसको देखते हैं, और अदर कंट्री US वगैरह जो प्रोग्रेसिव कंट्री है वो पहले तैयारी करते हैं. मेडल कोई मायने नहीं करता. वही हमारा एनिमल में है. एनिमल में वो पहले तैयार करते हैं ताकि नेक्स्ट काविंग के लिए वो भरपूर दूध देता रहे. तो उसका फीडिंग बंद कभी नहीं करना. लेकिन फीडिंग की रेशो ये है, अगर आपकी गाय को लेके चलो 30 लीटर दूध देती है, तो 15 kg आप फीड उनको देना पड़ेगा. दोनों टाइम आधा करके. सब मतलब पाउडर मिला के? नहीं, पाउडर छोड़ के जो आप मिनरल मिक्सचर, खनिज मिश्रण हिंदी में बोलते हैं, तो वो आपने पर एनिमल, आपका लार्ज एनिमल है तो 100 ग्राम पर डे के हिसाब से वो डालना है. उसकी फीड में गिनती नहीं है, फीड सप्लीमेंट है. അപ്പം അടുത്തതായിട്ട് ബിനുചേട്ടൻ ചോദിച്ചത്, നമ്മുടെ എരുമയ്ക്ക് അത് ഹീറ്റിൽ വന്ന് നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ കാവിങ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ആഹാര രീതി, എരുമയ്ക്ക് ഉള്ളൊരു ആഹാര രീതിയാണ് ബിനുചേട്ടൻ ചോദിച്ചത്, എങ്ങനെയാണ് ആഹാരം കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം നമുക്ക് സാബ് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട്, നമ്മുടെ ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത് പശുക്കളെ ഒന്ന് അവഗണിക്കുന്ന, അല്ലെങ്കിൽ എരുമകളെ ഒന്ന് അവഗണിച്ച് നിർത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ അവലംബിക്കാറുണ്ട്. അപ്പം കോച്ച് സാബ് പറഞ്ഞത്, അദ്ദേഹം പല രാജ്യങ്ങളിൽ പോയി കണ്ടുവെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈ പീരീഡിൽ അവർ ഇരട്ടി ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി ഫുഡ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ അത്ലറ്റിക് ആയിട്ടുള്ളവർ ഒരു ദിവസം കൊണ്ട് ചാമ്പ്യൻഷിപ്പ് അടിക്കുക അല്ലെങ്കിൽ മെഡൽ നേടുന്നവരല്ല, പ്രയത്നം കൊണ്ട്, അല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡിങ്, അല്ലെങ്കിൽ അവരുടെ എക്സസൈസ്, അല്ലെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടും അവരുടെ ഒരു രീതി കൊണ്ടുമാണ് അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ രീതി തന്നെ നമ്മുടെ അനിമൽസിലേക്കും അഡോപ്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇവിടെ ഇദ്ദേഹം ഒരു പാലിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ പാലിന് 1/2 കിലോ ഫീഡ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 30 കിലോ ഫീഡ് നമ്മൾ കൊടുക്കും. 30 കിലോ നമുക്ക് മിൽക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏകദേശം 15 കിലോ കോൺസെൻട്രേറ്റ് ഫീഡാണ് പറയുന്നത്. നമ്മൾ ഫോഡർ വിട്ടിട്ട്
നമ്മുടെ ഫോഡർ എന്ന് പറഞ്ഞാൽ കച്ചി അല്ലെങ്കിൽ പുല്ല് ഇങ്ങനെയുള്ളത് വിട്ടിട്ട് നമ്മുടെ കോൺസെൻട്രേറ്റ് ഫീഡ്, അതിനകത്ത് നമുക്ക് ഈ കാലിത്തീറ്റ, പരുത്തി ഇല്ല ചേട്ടാ, പരുത്തി, തവിട് ഇതെല്ലാം ഒരു 15 കിലോ വെച്ച് കൊടുക്കണമെന്നാണ്. 30 കിലോ പാല് ഉള്ളിടത്ത് 15 കിലോ ഇത് കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന്. നേരെ പാതി. ഡ്രൈ പീരീഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇരട്ടി ഫീഡ് ചെയ്യണം. അത് ഡ്രൈ പീരീഡ് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജ് വരണമെന്നുണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യവതിയായിട്ടിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. अभी आपने भैंस के बारे में बोला था जी। अब बादल जैसा, टाइसन जैसा जो बुल आप बनती है जी वो आपने तैयार किया हुआ। जी। आप वो छोटे से लेकर अभी तक कैसा इनको तैयार, इसका फीड, मेंटेनेंस, एक्सरसाइज, इसका जो वो ट्रिम जो करता है जी 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 वो इसके बारे में सब कुछ थोड़ा बता देना। तो जो कटड़े लेके जोटे तक कैसा तैयार करूँगा? ऐसे है बिनू भाई, ये 1000 में से लगभग 10 बुल, 1000 में 10 से 12 बुल एडल्ट बुल की कैटेगरी में तैयार होते हैं। हर बुल, हर बच्चा कोई हिंद केसरी पहलवान नहीं बनता, ऐसे ही हर बुल ब्रीड चैम्पियन नहीं बनता। उसमें से उसके फीचर देखो आप, अगर वो खुला चलता है, ऊपर देखो यंग बुल तक तो सभी पहुंचते हैं, लेकिन एडल्ट कैटेगरी में 1000 में 10 बुल की रेशो है। उसमें आपने स्टार्टिंग से ध्यान रखना पड़ेगा। भरपेट माँ का दूध तो हो ही गया, उसके बाद जब वो 2 टीथ हो जाता है तो उसकी सर्विस शुरू करवाओ आप, ठीक है। तो उसमें उसके सारे टेस्ट वगैरह करवाओ। कोई भी सरकारी अनुसंधान केंद्र है उसमें उसके ब्लड की जांच करवाओ, ताकि उसमें बुल में कोई बीमारी ना हो। वो सब करवाने के बाद आप उसके सीमन कलेक्शन करवा सकते हो। उसकी माँ का भी डीएनए और उसके फादर का भी, माँ बाप दोनों का डीएनए आप टेस्ट करवाओ। उसमें कोई ब्रुसेला वगैरह की बीमारी ना हो। अगर कुछ है तो उसके सीमन में नहीं रखना, ना उसको नेचुरल क्रॉसिंग में रखना। उसको बेशक आप कहीं भी जहाँ भी यूज़ करते हो उसको उस तरीके से यूज़ करो। तो इनके पूरे टेस्ट आप चेक करवा के उसके बाद ही इनको नेचुरल क्रॉसिंग हो चाहे आप सीमन कलेक्शन करवाओ, उसके बाद ही करवाना। और कंटिन्यू बुल को मेंटेन रखने के लिए उसको भूख लगने की, उसका टाइम पे डीवर्मिंग करने की, हर 3 महीने में आप इंश्योर करो कि इसका डीवर्मिंग के ड्यू हो गया। आप प्रॉपरली एक रजिस्टर मेंटेन करो, उसमें सब एनिमल का रिकॉर्ड रखो, ठीक है। जिसको भी शक होता है आँख से पानी गिरता है या गोबर में वो जो गोबर करता है तो पतला करता है या ज़्यादा टाइट करता है, तो उन चीज़ों का ध्यान रखो। उसी टाइम अगर आँख से पानी गिरने लगा तो ये मान के चलो उसके पेट में कीड़े हैं, उसका डिवर्मिंग करना ज़रूरी है, ठीक है। उसके बाद इनको एक्सरसाइज करवाते रहो जब तक ये बॉडी वेट इनका 6 से 7 क्विंटल होता है। 5-6 क्विंटल से स्टार्ट करो, इनको भगा सकते हो आप। और एडल्ट बुल अगर 10 क्विंटल के बाद है उसको खाली वॉक कराओ, उसको ज़्यादा भगाने की ज़रूरत नहीं, वैसे एक्सरसाइज कराओ, वॉकिंग कराओ 5 से 6 किलोमीटर, ठीक है। अभी आप जो बोला था 5-6 क्विंटल का जो कट्टा, हाँ 5-6 क्विंटल का कट्टे को कैसे फीड देती है, पाउडर कितना किलो देती है? नहीं, फीड तो देखो जो नेचुरल प्रकृति ने जो फीड बनाई है वो तो आप भरपेट खिलाओ इनको, जितना ये खा सकते हैं। जितना फीड ज़्यादा खाएगा उसको भूख लगने की चीज़ देते रहो। महीने में 2 महीने में एक बार इनको कोई भी आप हिमालयन 32 या बायोबूस्ट, भूख लगने की बहुत से सभी कंपनियों ने लगभग प्रोडक्ट निकाल रखे हैं, वो इनको 20-20 में देते रहो, वो ज़रूरी है। ताकि इनको भूख लगेगी, जितना ये खाएंगे, जितना इनका डाइजेशन सिस्टम सही होगा उतनी जल्दी ग्रोथ करेंगे, ठीक है ना। वो इनके लिए ज़रूरी है। अगर एक कट्टे को जो 5 क्विंटल थे, 6 क्विंटल जी कट्टे को हमने दूध मतलब ये वैसे इसको इसके बाद में जो माँ का दूध पिया है ना,
मैं नहीं मानता। उसके बाद हमने बहुत बुलों को, टाइसन को 20-20 लीटर दूध बाद में भी पिलाया, लेकिन ज़्यादा बेनिफिट नहीं है, बेनिफिट नहीं है। क्योंकि उसका डाइजेशन सिस्टम खराब रहेगा और वो जो प्रकृति ने फीड बनाया है वो कम खा पाएगा। अच्छा। क्योंकि दूध या कोई भी घी वगैरह आप दोगे तो भूख को कम करता है वो। हाँ, तो वो इतना अच्छी चीज़ नहीं मानता मैं। नहीं पिलाना चाहिए, केवल माँ का ही दूध पिलाओ। उसके बाद आपको जितना अच्छा आप फीड दे सकते हो वो फीड खिलाओ उसको। हाँ, मेन वही है। जी, और एक बात पूछा था, वो बच्चा का ना ये कटिंग करेगा ना, जो अभी दिक्कत था, बाल कटिंग करेगा था। नहीं, वो तो जैसे एलर्जी वगैरह हो या चिचड़ कलील जो भी अपनी भाषा में आप बोलते हो, हाँ, वो कीड़ा लग जाता है, तो उसके बाद स्किन एलर्जी होने से बचाने के लिए उसको वो करो। और वो बाल कोई ज़रूरी नहीं है, आप नहला के भी उसको उतर जाते हैं नेचुरल। तो उसके लिए स्किन एलर्जी ना हो और उसमें कोई भी चिचड़ कलील ना लगे, तो उसके लिए हम इनकी सफाई करवा देते हैं। ज़्यादा पशु साफ रहेगा वो। ठीक है, और पूछो। नहीं, इसका थोड़ा हमारे लैंग्वेज में थोड़ा ട്രാൻസ്ലേറ്റ്. അപ്പം അടുത്തതായിട്ട് നമ്മുടെ ബിനുചേട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ബുള്ള് വരുന്നത്? നമ്മുടെ ഒരു കുട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ടൈസൺ ബുള്ള്, പിന്നെ ബാദൽ, അപ്പോൾ ഇതുപോലുള്ള പോത്തുകൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ തുടക്കം മുതൽ എന്തൊക്കെ ചിട്ടകളാണ് പാലിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൊച്ചിയുടെ മറുപടി എന്ന് പറയുന്നത് 100 ബുള്ളിൽ ഏകദേശം ഒരു 12 ബുള്ളേ ആ ഒരു രീതിയിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് അദ്ദേഹം പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ പെഡിഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞു, ഇതിൻ്റെ നമ്മുടെ ഒരു 2-3 തലമുറകളൂടെ നമ്മൾ നോക്കണം, എന്നാൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടകൾ തുടക്കം മുതലേ അതിന്, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു, ദേഹത്തെ എല്ലാ രോമവും വടിച്ച് മാറ്റിയിട്ടുള്ളത്, അത് നമ്മൾ അവസാനം സംസാരിച്ചെങ്കിലും വടിച്ച് മാറ്റിയതായിട്ടുണ്ടോ. അപ്പോൾ തുടക്കത്തിലെ അതിന് എന്തോ ഒരു തരത്തിലുള്ള സ്കിൻ പ്രശ്നങ്ങളും വരാതിരിക്കും. കാര്യം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കീട മീൻസ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ചെള്ള്, ചാഴി, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിന് മരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തുടക്കത്തിലേ അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, അതിന് ആഹാരം നല്ല രീതിയിൽ കൊടുക്കുക, അതിൻ്റെ പാല് എത്ര നാൾ വരെ പാല് കുടിക്കുന്നു അത്ര നാൾ വരെ കൊടുക്കുക. അപ്പോൾ ഈ വേറൊരു കാര്യം പറയുന്നത്, ഒരു അഡൽട്ട് കാറ്റഗറിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുത്തുകൊണ്ടൊരു പ്രയോജനമില്ല, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ തകരാറിലാക്കുമെന്നല്ലാതെ പിന്നെ ഒരു അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ പാല് കൊടുത്തുകൊണ്ടൊരു പ്രയോജനമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്, സമയാസമയത്ത് ഉള്ള വിരമരുന്ന് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലഡ് ചെക്ക്, ഇടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുക. അതിന് ഒരുപാടധികം അസുഖങ്ങൾ വരും. ഇതിന് തെലേറിയ അല്ലെങ്കിൽ ബബീസിയൂസിസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം തുടക്കം മുതലേ അങ്ങനെയുള്ള അസുഖങ്ങളും വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ലാബിൽ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക, ഇതിന് ആവശ്യമായിട്ടുള്ള ആഹാരം കൊടുക്കുക, പാല് കറക്റ്റായിട്ട്, തള്ളയുടെ പാല് കറക്റ്റായിട്ട് കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണ്ടുന്നത് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഫീഡ് സപ്ലിമെൻറ്റുകളാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരുപാടധികം ഫീഡ് സപ്ലിമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ സപ്ലിമെൻറ്റുകൾ ഇതിന് ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം ദഹിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരുപാടധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് നല്ല രീതിയിലൊരു ഗ്രോത്തിലേക്ക് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു 100 പോത്തുകൾ വരുമ്പോൾ ഏകദേശം ഒരു 12 പോത്തുകളെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആക്ച്വൽ കണക്ക്, ഒരു ആവറേജ് കണക്കിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, പെഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ, പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. ഇപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ വേറൊരു കാര്യം കൂടെ പുള്ളി ഇതിൽ മെയിനായിട്ട് പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു 100 ബുള്ള് 100 കുട്ടികളിൽ നിന്ന് നമ്മൾ തുടങ്ങി അഡൽട്ട് ബുള്ള് എത്തുമ്പോഴത്തേനും ഇതൊരു 12 ബുള്ളിലേക്കായി ചുരുങ്ങും. അതിനുള്ള മെയിൻ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പെഡിഗ്രി ലൈൻ അല്ലാത്ത കുട്ടികളൊന്നും ഈ പറഞ്ഞ റേഞ്ചിലേക്ക് എത്തത്തില്ല, ഒരിക്കലും വരത്തില്ല. ലൈനിലല്ലാത്ത കുട്ടികൾ ഒരിക്കലും ഈ ബാദൽ പോലെയോ ടൈസൺ പോലെയോ ഇപ്പോൾ എന്തൊക്കെ ഫേമസ് ബുൾസ് ഉണ്ടോ ആ രീതിയിലാവത്തില്ല. അതിൽ പല പല കാരണങ്ങൾ. ഒന്ന് പെഡിഗ്രിയുടെ ലൈനിൻ്റെ കാര്യം, പിന്നെ രണ്ടാമത് വരുന്ന വേറൊരു മെയിൻ കാര്യം പുള്ളി പറഞ്ഞത്, ഇങ്ങനെ ഒരു അഡൽട്ട് ബുള്ളും സെമനിൽ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡൽട്ട് ബുള്ള് നമ്മൾ എപ്പോഴെങ്കിലും തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് മസ്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ്, DNA ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റും DNA ടെസ്റ്റും ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം
ചെറുപ്പത്തിലെ തൊട്ട് കാശ് മുടക്കി ഇതൊന്നും അറിയാതെ നമ്മൾ ചെയ്ത് എങ്ങും എത്താതെ ആകുമ്പോൾ വരുന്ന ഭീമമായ നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി, ഈ 1000 2 ടീത്ത് മിൽക്ക് ടീത്ത് നല്ല കുട്ടികൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അഡൾട്ട് പുള്ളിലേക്ക് എത്തത്തില്ല ഇതൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ആനിമൽസ് നമ്മൾ എപ്പോൾ സെലക്ട് ചെയ്യുമ്പോഴും എപ്പോൾ നമ്മൾ വളർത്തി വലുതാക്കി എടുക്കുമ്പോഴും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഫീഡിൻ്റെ കാര്യം പുള്ളി പറഞ്ഞതുപോലെ തന്നെ പാല് നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് പാല് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഇതിൻ്റെ വിശപ്പിനെ ബാധിക്കും, ദഹനത്തെ ബാധിക്കും. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് കണ്ടുവരുന്ന കുറേ മണ്ടത്തരങ്ങളാണ് മുട്ട കൊടുക്കുക, ചോറ് കൊടുക്കുക, കഞ്ഞി കൊടുക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ. നമ്മൾ നമ്മുടെ നിന്ന് മേടിക്കുന്ന, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, 80% ആൾക്കാരോട് 100% ആൾക്കാരോട് നമ്മുടെ നിന്ന് കുട്ടികൾ മേടിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഒരിക്കലും ഈ വക സാധനങ്ങൾ കൊടുക്കരുത്. ഇത് കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇവർ വളർത്തുന്ന രീതി, ഇതിപ്പോൾ കറക്റ്റ് ടൈറ്റാണ്, കറക്റ്റ് ഫുള്ളാണ് ഈ ഫാം. ഇവിടെ ഈ പറഞ്ഞ പോലെ പാടങ്ങളില്ല, കറക്റ്റ് ഫീഡ്, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കൊടുക്കുക, കൊടുക്കുന്ന ഫീഡ് ഇപ്പോൾ പുള്ളി പറഞ്ഞു ആ രീതിയിലാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. അതാണ് ശരിയായ രീതി, അതാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതി. ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഒരു ടൗണിലാണ്. ഒരു ടൗണിൽ റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാമിൽ നിർത്തിയുള്ള പരിപാലനമാണ്. അവിടെ പിന്നെ ഒരു ഗ്രൗണ്ട് പോലെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്, അവിടെ പോകുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. വയലിലിറങ്ങിയുള്ള ഒരു ഇതോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ ഈ ഒരു രീതിയും കൂടെ മനസ്സിലാക്കുന്നത്, വയലിലും വളർത്തുന്നുണ്ട്, ഫാമിലും വളർത്തുന്നുണ്ട്. എങ്ങനെ പോയാലും നമ്മൾ ഈ പരിപാലിക്കുന്ന രീതി കറക്റ്റാണെങ്കിൽ ഒരു പൈസ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാടധികം പുള്ളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ പറഞ്ഞ രീതി. ഏകദേശം വേറെ തെറ്റായ ധാരണയാണ്. ഇവിടെ ചൂട് 45 ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മുറ അവിടെ വളരുമെന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചൂട് കണ്ടറിയാമല്ലോ, അതേക്കുറിച്ചൊന്ന് പറഞ്ഞോളാം. അത് നമുക്ക് പുള്ളി. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കോച്ച് സാബിനോട് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടോപ്പ് ഒരു 10 ബ്രീഡർമാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്രീഡറാണ് കോച്ച് സാബ്. പുള്ളി വേൾഡ് ഫേമസ് ആണ്. ഇന്ത്യ മാത്രമല്ല, പുള്ളിയുടെ ഇവിടുന്ന് ഏകദേശം US വരെ പുള്ളി ഇവിടുന്ന് സെമൻ, പുള്ളിയുടെ NDDB ത്രൂ ഇവിടെ വന്നിട്ട് ബാദൽ ബുള്ളിൻ്റെ സെമൻ, ടൈസൺ ബുള്ളിൻ്റെ സെമൻ, അവിടെ നിന്ന് ഡയറക്റ്റ് ആൾക്കാർ വന്ന് ഫാം വിസിറ്റ് ചെയ്ത് പുള്ളിയായിട്ട് മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് സെമൻ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡാണ്, അത്ര അറിവുള്ള ആളാണ്. അത്രയും പുള്ളിയുടെ കയ്യിൽ നിൽക്കുന്ന എരുമകൾ, നമുക്ക് കാണാൻ എരുമകളെല്ലാം ഇടിവെട്ട്, അതായത് ഫസ്റ്റ് ലാക്ടേഷനിൽ, അതായത് ഫസ്റ്റ് ടൈമർ ഒരു എരുമ ഇവിടെ 23+ പാല് കറന്ന എരുമകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ 20-30 പാല് കറക്കുന്ന എരുമ ഇവിടെ നിൽക്കുന്നുണ്ട്, 28 കറക്കുന്ന എരുമ നിൽക്കുന്നുണ്ട്, 26 കറക്കുന്ന എരുമകൾ നിൽക്കുന്നുണ്ട്. 20 താഴെ എരുമകൾ ഇവിടെ കാണാനേ ഇല്ല. പുള്ളിക്ക് അതിൻ്റെ അഹങ്കാരങ്ങളൊന്നുമില്ല, ഒരു സാധു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ और कुछ बिनु भाई वो टेक्निकल पॉइंट जो मैं बताना चाहता हूँ, सबसे ज़रूरी है वो एक और बिनु भाई, सबसे ज़रूरी वो बात हमने बीच में छोड़ दी। सबसे ज़रूरी है इनका टाइमली वैक्सीन, FMD और HS। हाँ, वो सबसे ज़रूरी है। अगर एक बार फार्म में किसी एक एनिमल को आ गए तो वो छूत की बीमारी है, सभी को आ जाएगा। तो उसके बाद उस चीज़ का बहुत हमने प्रिकॉशन रखना है। वो लगभग गवर्नमेंट की स्कीम होती है। आजकल कंबाइंड वैक्सीन आ गई, HS, गलगोटू और FMD को बोलते हैं मुखुर। वो बहुत ही ज़रूरी है हर 6 मंथ में। वो अगर आप एक वैक्सीन भी मिस कर दोगे तो कोई ना कोई बाहर से एनिमल आप परचेज करके लाते हो, वो दिक्कत कर देगा आपको। वो जैसे ही फार्म पे आने से 2 दिन पहले ही उसको बाहर ही आप वैक्सीनेशन करके फिर फार्म में एंट्री करो। ठीक है, ये बहुत टेक्निकल पॉइंट है। अच्छा। और उसके बाद में आप इनका वो ब्रीडिंग ज़रूर करो और कोशिश करो एक भैंस साल में एक काफ हमारे को ज़रूर, एक बच्चा ज़रूर दे, तभी बेनिफिट है। आप सपोज़ कि आप 20 लीटर की भैंस है आपके पास, तो पूरे ब्यात पूरे लैक्टेशन में आप दूध सेल करके उससे 25 से 30 हज़ार रुपये कमा सकते हो। लेकिन अगर अच्छे बुल का काफ आपके पास है, आप उसको तैयार करते हो तो मिनिमम उससे 3 गुना अबाउ
80,000 या 1 लाख अबाउ उसकी वैल्यू होगी। अच्छा अच्छा। तो ब्रीडिंग करने का ये बेनिफिट है आपको। सपोज किया अभी मैंने आंध्र प्रदेश के ऑनर ले गए हैं, 7 कटिया ले गए हैं मेरी पर, हाँ हाँ तो वो सारी अबाउ 80,000 दी है मैंने। हाँ हाँ। तो 2 काफ सेल करके एक बेफेलो आप अच्छी परचेज कर सकते हो। हाँ हाँ हाँ। तो उसका ये बेनिफिट है। अच्छा। उसके काफ के लिए हमने ना तो कोई अलग से नौकर रखना, हाँ हाँ ना अलग से हमने फीडिंग करनी, हाँ और दूध जो उसकी माँ देती है वही पिएगा, वही पिएगा। हमने मोल ला के दूध नहीं पिलाना। तो इस चीज़ का ये फायदा है। अच्छा। आप हर कोई भी अच्छी गाय है तो उसकी अच्छी बछड़ी तैयार करो, हाँ हाँ कोई अच्छी भैंस है तो उसका कटड़ा कटड़ी, आजकल ज़्यादा फर्क नहीं है, हाँ हाँ। हैं बुल की वैल्यू भी बहुत है। और बेफेलो से जो ब्रीडिंग बुल है उसकी वैल्यू मिनिमम 10 गुना ज़्यादा होती है, क्योंकि उसने लाखों करोड़ों की प्रोजनी करनी है। बेफेलो आपकी 18-20 काफ दे देगी, बच्चे दे देगी ज़्यादा से ज़्यादा। हाँ हाँ हाँ। तो उसमें कहीं जाके ब्रीडिंग बुल की वैल्यू बेफेलो से ज़्यादा होती है। तो अच्छे हैं तो वो अपना बुल भी तैयार करो, और कटिया तो हैं ही फिर। हाँ हाँ हाँ। जब तक आप ब्रीडिंग नहीं करोगे भैंस कहाँ से लेके आओगे? छोटी कटिया से काफ से भैंस बनती है, तो वो बहुत ज़रूरी है पशुपालन में। अच्छा सही बात। खाली ये नहीं आप मिल्क सेल करके यार आप ये सोचते हो कि और परचेज कर लेंगे, आप काफ़ी लॉस में जाओ। सपोज कि आप ड्राई फीड के नज़दीक अगर बेफेलो को सेल करते हो तो हाफ वैल्यू मिलेगी, आपको लॉस है। अच्छा सही बात है। हाँ, उसको अपने घर पे ही तैयार करो। हाँ आप ये मान के चलो अगर वो 5 मंथ की प्रेग्नेंट है हाँ और वो 10 लीटर दूध दे रही है आपके पास, 12 लीटर 10 लीटर दूध दे रही है, तो आप उसको सेल करके क्या करोगे? सही सही बात। आप काफ़ी लॉस में हो। हाँ हाँ तो वो हम क्या करते हैं, मेरी अपनी सोच है, अगर हम मतलब हमारी भाषा में बाखड़ी बोलते हैं, हाँ। या आप इंग्लिश में बोलो ड्राई पीरियड के नज़दीक हाँ बेफेलो को कभी सेल मत करो। हाँ। अगर आप सेल करोगे तो उससे जो आपने परचेज की उससे ज़्यादा वैल्यू मिलती है, तो सेल करो। हाँ हाँ हाँ। क्योंकि आपके पास से वो 3 जीव जा रहे हैं, एक तो उसके पेट में बच्चा है, हाँ एक तो एक बच्चा उसके साथ है जो वो उसको भैंस को फंसाता है, फंसाता है, वो साथ जाएगा, साथ जाए। तो आप काफ़ी लॉस में हैं। हाँ अगर ब्रीडिंग वैल्यू आपने जो भैंस ताज़ा बच्चा जनी या एट ए टाइम काविंग आप अगर परचेज करते हो और ड्राई फीड के नज़दीक आप उसको सेल करो तो ज़्यादा वैल्यू मिलनी चाहिए आपको। हाँ हाँ मेरी ये सोच है। हाँ सही बात है आपका। हाँ, तब जाके आप इसमें सक्सेसफुल हो। हो। ठीक है। और प्लेटफार्म बनने में थोड़ा इंतज़ार करना पड़ता है। हाँ हाँ हाँ। आपके 4 से 5 साल लगेंगे, जब आपकी कटिया वहाँ पे आपके फार्म पे बच्चे देने लगेंगी ना, तब आपको आपका प्लेटफार्म ये मान लो तैयार हो गया, हाँ तो आपको उस टाइम प्रॉफिट देना शुरू करेंगे। उससे पहले आप ये मत सोचो कि ये ज़मीन की प्रॉपर्टी का काम हम करते हैं, एट ए टाइम 1 करोड़ बच गए, 2 करोड़ बच गए, ऐसा नहीं है। स्लो एंड स्टडी विज द रेस। इसमें टाइम लगेगा। हाँ, टाइम लगेगा, करना पड़ेगा। लेकिन ये कभी भी घाटे का सौदा नहीं है। सपोज कि आपने 10 बेफेलो परचेज की, आपके घर पे उतर गई, सब ने जाते ही आपको सुबह पहुंची, शाम को मतलब दूध बिक्री शुरू होगी, तो आउटपुट साथ के साथ देते हैं एनिमल। सही। हम अगर एग्रीकल्चर को लेके चलो, हम खेती बाड़ी करते हैं तो हमारे को 5 मंथ 6 मंथ इंतज़ार करना पड़ता है, हाँ और ये साथ के साथ आउटपुट दे, सही। तो घाटे का सौदा नहीं है। प्रॉपरली अगर आप बशर्ते इसको प्रॉपर चैनल मतलब टेक्निकल सिस्टम से आप चलोगे, तो ये कोई घाटे का सौदा नहीं हो सकता, मैं नहीं मानता। हाँ सही बात है। सही। इसमें फ्लॉप कब होते हैं लोग? हाँ हाँ जब 2 लाख 3 लाख का भैंस परचेजिंग करके लेके आए आप, हाँ और उसको ड्राई फीड के नज़दीक पहुंचा तो आपने 1 लाख का सेल कर दिया, हाँ हाँ। तो आप दूध बिक्री नहीं कर सकते, वहाँ पे आप लॉस में। लॉस में। तो ब्रीडिंग करो। सही। അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു ടെക്നിക്കൽ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓസിജി പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് പ്രധാനമായിട്ട് വരുന്ന അസുഖങ്ങൾ HFS അതുപോലെ തന്നെ FMD.
HSO-FMDയും അതിനുള്ള വാക്സിനേഷനുകൾ നമ്മുടെ സെൻ്ററുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് എടുത്തേ പറ്റുള്ളൂ. അത് എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യവതിയായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരു പോത്തുണ്ടെന്ന് നമുക്കൊരു സെൽഫ് കോൺഫിഡൻറ്റ് വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള വേറൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ FMD ആയിക്കോട്ടെ HS ആയിക്കോട്ടെ, ഈ സാധനം നമ്മുടെ ഫാമിനുള്ളിൽ എൻട്രി ആയി കഴിഞ്ഞാൽ ഒന്നിനല്ല മൊത്തത്തിനും ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് വരുന്നതായിട്ടുള്ള സെൻ്ററുകൾ, നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അവൈലബിൾ ആണ്. ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എടുത്താൽ FMD എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ FMDയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പോത്തിന് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ എരുമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെയൊന്നുമില്ല. HS-നും അതുപോലെ തന്നെ FMDക്കുമുള്ള വാക്സിനേഷനുകൾ കറക്റ്റായിട്ട് എടുക്കുക, അത് അദ്ദേഹം അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. പിന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ നമ്മൾ പറഞ്ഞു വന്ന ഇതിൽ പറഞ്ഞാണ്, ഒരു നല്ല പേരൻറ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഫാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ആ ഒരു പേരൻറ്റ് സ്റ്റോക്ക് എപ്പോൾ ഉണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 5 വർഷം എടുത്തേക്കാം. ഒരുപാടധികം കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു 5 വർഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇല്ലേ ചേട്ടാ, ഒരു 5 വർഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ഈ കോച്ചജി ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയ ഒരാളല്ല, അല്ലെങ്കിൽ ഇത്രയും പോത്തിനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയല്ല കോച്ചസാം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ്, എത്രയും നാളത്തുള്ള പ്രയത്നമാണ്. ആ പ്രയത്നത്തിനൊടുവിലാണ് അദ്ദേഹം ഒരു സക്സസ്സിൽ നിൽക്കുന്നത്, വേൾഡ് അറിയുന്ന ഒരു ബ്രീഡറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അത് ചെയ്യണം, ഒരു പേരൻറ്റ് സ്റ്റോക്ക് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ ഒരു ഡയറി ഫാം നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ഇത് കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്താണ്, നല്ല ലൈനിലുള്ള നല്ല കുട്ടികളെ കൊണ്ടുവന്ന് അതിൽ നിന്ന് അടുത്തതിനെ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് മറ്റതിനെ ഉൽപ്പാദിപ്പിച്ച് അപ്പോൾ ഒരു പേരൻറ്റ് സ്റ്റോക്ക് ആവും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നടക്കത്തില്ല. അതിൻ്റെ ഒരു കുട്ടിയായി അതിൽ നിന്ന് വേറൊരു കുട്ടിയായി അപ്പോൾ ഒരു 5 വർഷം എടുക്കും. ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഡയറി ഫാമിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞത്, ഒരു 12 ലിറ്റർ കിട്ടുന്ന ഒരു എരുമയെ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ എന്ത് ലാഭം ഉണ്ടാവും. അതേ സമയത്ത് അതൊരു 20-25 ലിറ്റർ അല്ലെങ്കിൽ 30 ലിറ്റർ ആണെങ്കിൽ അതിൽ ഇരട്ടി ലാഭമാണ്. അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ 12 ലിറ്റർ ഉള്ള ഒരു പശുവിനെ അല്ല ഒരു എരുമയെ വളർത്തുന്ന ചിലവ് തന്നെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതേ പ്രയത്നം തന്നെ വരുന്നുള്ളൂ. 30 ലിറ്റർ അല്ലെങ്കിൽ 30 കിലോ കിട്ടുന്നതായിട്ടുള്ള എരുമയെ വളർത്തുന്നതിൻ്റെ എഫേർട്ട്. അപ്പോൾ ആ എഫേർട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്, ഡ്രൈ പീരീഡിൽ ഒരു കാരണവശാലും ഇതിനെ നമ്മുടെ അവിടുത്തെ ഡ്രൈ പീരീഡിൽ എല്ലാത്തിനും കൊടുക്കും, അതും ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡ്രൈ പീരീഡിൽ ഒരു കാരണവശാലും ഇതിനെ കൊടുക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഡ്രൈ പീരീഡിൽ കൊടുക്കരുതെന്ന് പറയുന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് 3 ജീവനാണ്. ഒന്ന് അതിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടി, പിന്നെ അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി, പിന്നെ ആ എരുമ. ആ സമയത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. അത് പുള്ളിയുടെ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ. പിന്നെ പുള്ളി ഇതിൻ്റെ കൂടെ പറഞ്ഞ വേറൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ളൊരു ബ്രീഡ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെയൊക്കെ പോലെ ആവാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ ആനിമൽസും ഇവിടെ ഇപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലിറ്റർ 13 ലിറ്റർ 14 ലിറ്റർ എരുമകളൊന്നും ഇവിടെ ഇല്ല. പുള്ളിയുടെ നിൽക്കുന്ന എല്ലാം എലൈറ്റ് കാറ്റഗറി അനിമൽസാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ ടോപ്പ് ബഫലോസ്. ഇപ്പോൾ നമുക്ക് പോയാൽ ഫസ്റ്റ് ടൈമർ 23 കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല മലയാളികൾക്ക്. അതാണ് അതിൻ്റെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ലോ. ഇവിടെ നിൽക്കുന്ന എല്ലാം എലൈറ്റ് കാറ്റഗറി അനിമൽസാണ്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ കുട്ടികളും. ഇനി ഇതിൽ പുള്ളിയുടെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇവിടെ ഒരു കുട്ടീനെ വിൽക്കുന്നത് നേരത്തെ 80,000 രൂപ ചെറിയ ചെറിയ കുട്ടികളെ കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പുള്ളിയിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. പുള്ളി എങ്ങനെ ഈ ലെവലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ആ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ട് നടന്നത് കൊണ്ട് മാത്രം ആണ് വേൾഡ്, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 1000 പേര് ബുള്ളിനെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, വലിയ വലിയ ബുള്ള്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ബുള്ളിൻ്റെ കണ്ട് അതിൻ്റെ റിസൾട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിയുടെ 2000 സ്ട്രോ സെമൻ മേലെ ഇപ്പോൾ US പോയിട്ടുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ അവിടെ ഇതാക്കി ഇവിടെ ഇതാക്കി അങ്ങനെയല്ല. ഇതിനൊക്കെ പക്ക ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മുടെ നാട്ടിൽ വേറൊരു സംശയമുണ്ട്. കുളമ്പ് രോഗത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സീസൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പല ആൾക്കാരും കുളമ്പ് രോഗത്തിന് ചെനയിൽ നിൽക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് മടി കാണിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പുള്ളിനോട് ചോദിക്കാം. അത് ജസ്റ്റ് ഒന്ന് അത് പുള്ളി ആ ടെക്നിക്കൽ കാര്യം നമുക്ക് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. कोच साहब, और एक डाउट है, जो FMD वैक्सीन और HS वैक्सीन, वो जो अगर जो प्रेग्नेंट बाइस होती है
उसको मैं जो- बताऊंगा। हाँ बिनू भाई ने एक बहुत टेक्निकल और अच्छा क्वेश्चन किया मेरे से, अच्छा सवाल पूछा कि किस बारे में, एफएमडी। FMD और HS वैक्सीन लेने के प्रेगनेंसी हाँ हाँ, वो प्रेग्नेंट ऐसे है कि हम भी पहले स्टार्टिंग में डरते थे और कुछ पशुओं को किया है, तो स्टार्टिंग में करवाते हो तो अबॉर्ट भी हुए। मेरे खुद तकरीबन 17-18 पशु अबॉर्ट हुए थे। उसके बाद मैंने डॉक्टरों की वहाँ सेमिनार चला, मैंने ये पॉइंट रखा था। तो उसके बाद में शायद वो हवा दूसरी थी या कोई वो टाइम ही था, ऐसा कुछ नहीं है। आप 6 मंथ से ऊपर जो एनिमल है, चाहे गाय है चाहे भैंस है, उसको वैक्सीन मत करवाना। उससे पहले है, अगर आप 5 महीने तक भी आप वैक्सीन करवा सकते हो। अच्छा ठीक है ना। और जो आपकी हिपर कटिया 6 महीने से 1 साल, आजकल वो चला हुआ है गवर्नमेंट का ट्रेंड, उनको ब्रुसेला वैक्सीन भी ज़रूर करवाओ। वो खाली फीमेल काफ को होगा, अच्छा नॉट मेल को नहीं होगा, और फीमेल से ही ज़्यादा बीमारी फैलती है। तो उसमें वो वैक्सीन ज़रूर करवाओ 6 मंथ से 1 ईयर तक। वो ब्रुसेला बीमारी बहुत खतरनाक है। उसका एनिमल में अगर होगी तो उसका दूध भी नहीं यूज़ करना चाहिए, क्योंकि उसको अपनी हिंदी भाषा में ये लगाओ गर्भपात, है ना, वो इंसान को डिलीवरी, हाँ डिलीवरी मिसिंग। तो वो है कि वो ज़रूर करवाना चाहिए। वो अभी गवर्नमेंट की स्कीम है, वो 6 मंथ से 1 ईयर तक फीमेल काफ जितने भी हैं, बछड़े कटड़ी जो भी है, बछड़ी कटड़ी, उनको करवाना ज़रूरी है। मैंने करवाया अभी। हाँ, तो और भी कोई बिन्नू भाई कोई टेक्निकल पॉइंट आप पूछो मेरे से। तो लो, ഇപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, പ്രഗ്നൻസി നിൽക്കുന്ന സമയത്ത് FMD ഓർ HS വാക്സിൻ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു 18ഓളം എരുമകൾ അബോട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി ഒരു സെമിനാറിൽ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെമിനാറിൽ പുള്ളി അത് അവതരിപ്പിച്ചു. എന്നിട്ട് പുള്ളി എടുത്ത ഡിസിഷനാണ് 6 മാസത്തിന് ശേഷം, 6 മാസത്തിന് മുകളിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അനിമൽസിനും ഈ വാക്സിൻ എടുക്കാറില്ല. പിന്നെ എരുമകൾക്ക് ഏറ്റവും മെയിനായിട്ട് ഇവിടെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബ്രൂസെല്ല വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ മസ്റ്റായിട്ട് 6 മാസം മുതൽ 11 മാസത്തിനിടയിൽ ബ്രൂസെല്ല വാക്സിനും കൂടി എടുക്കുന്നുണ്ട്. बिन्नू भाई एक और ज़रूरी है, मेरे को याद आते रहते हैं। तो अगर आपके फार्म पे 30 एनिमल मिल्किंग वाले हैं, तो इसमें 101-102 तक बुखार होता है कंबाइंड वैक्सीन आने के बाद। तो उस टाइम आप कई कंपनियां हैं, उसमें 2-2 बोलस दे दो, और तेल वगैरह, सरसों तेल, उसमें इनके फीड में डाल दो, और थोड़ी सी इनको कैल्शियम जो थोड़े फीड सप्लीमेंट है वो 2-3 दिन के लिए ज़रूर दे दो। 2 दिन इनको रॉकेस है मैकवेल कंपनी की, या NFC है, ये बोलस में आती हैं आजकल, घुलनशील हैं, वो पानी में घोलो और दिन में 2 दे दो, 2 बोलस, तो वो बुखार को कवर कर लेती हैं। उसके बाद जब वो आपके एनिमल बिल्कुल एक्टिव हो जाएं, उसके बाद नेक्स्ट 15 है उनका वैक्सीन करवाओ। नहीं तो एकदम से आपका दूध कम होता है, लेकिन कोई ख़ास बात नहीं। अगर आप देखभाल प्रॉपरली करते हो, इनको सरसों तेल वगैरह पर एनिमल 200 ml वो दे दो और कैल्शियम वगैरह पिला दो, तो रिकवरी हो जाती है। कोई ऐसी बात नहीं, बिल्कुल हमने एक बूंद भी दूध कम नहीं होने दिया, हर बार वैक्सीन करवाते हैं। तो उन चीज़ों का ध्यान रखो। ये टेक्निकल पॉइंट है। तो आप ये डरना नहीं इससे। और मैंने तो सच्चाई में ये है 6 मंथ जो प्लस थी ना, उनको भी वैक्सीन करवाए इस बार। हाँ, तो कुछ नहीं हुआ, ऐसी बात नहीं। अगर सर्दी का टाइम है तो आप 7 मंथ से नीचे करवा सकते हो। गर्मी का टाइम है तो आप 6 मंथ से अगर ऊपर है या 6 मंथ की है तो मत करवाओ वैक्सीन, उनको अवॉइड कर दो। ठीक है। और भी कोई पूछना चाहते हैं? और एक बात है, अभी हरियाणा का नस्ल थी मुरा, मैं एक सवाल पूछना चाहता हूँ, हरियाणा के अंदर कोई मिक्स ब्रीड होती है कि क्यों मुरा छोड़ के और कोई बफेलो का नस्ल कोई है क्या इधर? हाँ, वो इसके बारे में थोड़ा डिटेल बता दो। ऐसे है,
यहाँ पे महसाना भी है हाँ और लोग कोई जाफराबादी भी इक्का दुक्का लोग इसमें मिक्स करने लग गए। और नीली रावी है, अक्सर यहाँ नीली रावी मिल जाती हैं क्योंकि नीली रावी पाकिस्तान की नस्ल है और पाकिस्तान के नज़दीक पंजाब लगता है तो पंजाब में काफ़ी पाई जाती है। हाँ हाँ और वहाँ की जो पाकिस्तान की ये अपना नीली रावी ब्रीड है, इनकी ब्रीड वैल्यू बहुत ज़्यादा है। वहाँ कोई है, वीडियो देखी थी मैंने, नाम उनका ध्यान से उतर गया। उसके पास प्रकाश सिंह बादल जो मुख्यमंत्री होते थे पंजाब के, तो उन्होंने परचेजिंग करवाई थी, वहाँ से भैंस मंगवाई थी। 30 लाख की एक फर्स्ट लैक्टेशन की जोटी है नीली रावी में भी। अच्छा वो अजमल डोगर है कोई ब्रीडर है वहाँ के, हाँ 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 तो 3 पीढ़ी से है पाकिस्तान के अंदर। उनकी वीडियो मैंने देखी 2-4 बार। हाँ हाँ तो अबाउट 30 लीटर तक की उनकी नीली रावी है। हाँ और वैसे भी अभी रिकॉर्ड यहाँ हरियाणा ने ही तोड़ा है, मुर्रा ने। हाँ वो कौन सी भैंस थी वो, सरस्वती थी क्या? 720 अभी सामने हाँ 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 30 किलो ना, उसने 33 किलो 119 ग्राम, हाँ सही बात 119 ग्राम। वो नीली रावी का ही रिकॉर्ड था पाकिस्तान का पहले, हाँ वो तोड़ 32 प्लस का था, हाँ 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 वो तोड़ दिया। तो ऐसी बात नहीं है, इसमें मुर्रा में कोई गेज नहीं लगा हुआ, इसकी कोई कैपेसिटी नहीं है। अच्छा अच्छा और जो बिन्नू भाई को मैंने दिखाया था, जो यूएससी की टीम है एमरो की, हाँ हाँ एमरो अगर सक्सेस होता है हाँ तो ये जो मुर्रा है मैक्सिमम अबाउट 30 लीटर की हो जाएंगे। बहुत बड़ी बात है। हाँ, तो वो अगर, क्योंकि वो क्या करते हैं एमरो, तो कोई सपोज किया कोई अच्छा बुल है, उसकी माँ का रिकॉर्ड भी अच्छा है, अबाउट 25 प्लस है, तो उसका एमरो निकाल के अगर आप कम दुधारू भैंसों को 10-12 लीटर वाली को भी रखोगे तो एमरो तो उनका है। हाँ तो ये क्लोन से ज़्यादा सस्ती और अच्छी टेक्निक है। टेक्निक है। क्लोन तो करोड़ों रुपए लगते हैं उसमें तो। एचएफ के ऊपर वो ट्राई किया, सक्सेस हो गया। हाँ अच्छा, एचएफ गाय पे एनडीडीबी, हाँ नेशनल डेयरी डेवलपमेंट बोर्ड, वो करते रहते हैं। हाँ करते रहते हैं। अब उधर पशु के ऊपर जो रहता है, तो उसको जो एक एम्ब्रियो करने के लिए 40,000 का आसपास होती है। हाँ 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 हाँ, हमारे उधर एक गाय में वो चलो हम जो नॉर्मल पशुपालक है हाँ हाँ वो सब ये रिस्क नहीं लेता ना, वो करवा सकता फाइनेंशियली, जो सही है। प्रीपेड है। हाँ, हाँ। ये थोड़ा कर सा, सकता हाँ हाँ, जिनके पास प्लेटफार्म है या जो थोड़े से फाइनेंशियली ठीक ठाक हैं वही लोग कर सकते हैं ये, कर सकते हैं। आम पशुपालक नहीं। ना हाँ, नॉर्मल जो छोटे लेवल का पशुपालक है वो बेचारा नहीं करवा नहीं सकता करवा है, सकता है। काफ़ी महंगा सिस्टम है। काफ़ी महंगा सिस्टम है। एक क्रॉसिंग के लिए होता है 40,000 रुपये। हाँ हाँ, ये कंपनियां आपस में टेंडर ले लेती हैं, हाँ हाँ कोई ऐसी बात नहीं। हाँ वो आएगा नहीं तो अच्छे बुल हैं उनकी, आप रिसर्च करो, खोज करो, सही है। जिसकी ब्लड लाइन और मिल्क लाइन बढ़िया हो, हाँ हाँ मिल्क लाइन ढूंढो, हाँ हाँ तो उनसे उनका एआई करवाओ और आपको हो सकता है इतनी महंगे सिस्टम की तरफ जाने की ज़रूरत नहीं पड़ेगी। अच्छा जी, अच्छा അതായത് ഇപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ, ഇപ്പോൾ ഈ ഹരിയാനയിൽ വേറെ വല്ല ബ്രീഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മെൽസാന ഉണ്ട്, നീൽ രവി ഉണ്ട്, അതാണ് ഹരിയാനയുള്ള മെയിനായിട്ട്. ഇവിടെ മുറ തന്നെയാണ്. ഇതിനു മുമ്പ് പഞ്ചാബിൽ ഒരു എരുമ 31+ കറന്നിട്ട് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീലരവി. അത് ഈ അടുത്ത് ഈ കഴിഞ്ഞ വർഷം, അത് ഞാൻ എനിക്കറിയാവുന്നതാണ്, ഒരു സരസ്വതി പറഞ്ഞിട്ടൊരു എരുമ 33 150 ഗ്രാം, സരസ്വതി 33 കിലോ 100, അല്ല അത് മുറ എരുമ, മുറ നീലരവി 31+ റെക്കോർഡായിരുന്നു. അതിപ്പോൾ ഈ അടുത്ത് ബീറ്റ് ചെയ്തിട്ട് 33 150+ സരസ്വതി പറഞ്ഞിട്ട് ഭയങ്കര വൈറലായതാണ്, വലിയ ന്യൂസൊക്കെ വന്നു. ഇപ്പം നിലവിൽ അതാണ് ഹരിയാനയിലുള്ള റെക്കോർഡ്. ഓക്കെ, अभी कोच साहब आपके पास अभी जितना बुल्ला भी सेवन पे तैयार हो, कितना बुल्ला भी तैयार है अभी हमारे पास? जैसे अपने शेरू के भी हैं, हाँ शेरू के सीमन है, टाइसन के हैं और बादल के हैं, और अभी ये कटड़ा है बादल का, सूर्या, हाँ हाँ इसके भी सीमन हमने तैयार करवा दिए। तो 4 बुल के अपने होम बुल के तैयार हैं हमारे पास। हाँ हाँ हाँ, तो ये है कि जिसका भी रिजल्ट अच्छा लगता है उसी का अपना पूरा रिसर्च करो। हमारे जैसे झूठे लोग बहुत मिलेंगे यहाँ कदम कदम पे,
तो थोड़ा सा उन पे गहनता से लो। हाँ 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 हाँ, अभी तो हर कोई ये सीमेंट की दुकान बना दी लोगों ने। हाँ हाँ हाँ, मेरी नज़रों में ये गलत है। हाँ कुछ भी बता के बाहर से जो विजिट करते हैं लोग, साउथ से आते हैं, आंध्रा से आते हैं, तो मेरे को काफ़ी महसूस होती है बातें हाँ हाँ कि उनको बेचारों को थोड़ा कम पता होता है तो गुमराह करते हैं लोग। हाँ हाँ हाँ, तो उससे थोड़ा एक ये वीडियो का ट्रेंड चल गया। हाँ हाँ आप वीडियो पे व्हाट्सअप कर देते हैं और आप बाहर से लोग पैसे भेज देते हैं और दूसरी भैंस बदली कर देते हैं, या वो भैंस भी जो दिखाते हैं वो नहीं मिलती। तो आप सामने देख के पशु परचेज करिए। आप व्हाट्सएप पे या वीडियो के माध्यम से आप पशु कभी भी मत खरीदो। हाँ, मैं नहीं मानता वो सही हो, हाँ सही बाकी अपनी सोच है। അതായത് പുള്ളിയുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സെമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറു, ബാദൽ, ടൈസൺ, അങ്ങനെ ഇപ്പോൾ സൂര്യ, ബാദലിൻ്റെ കുട്ടി, അതിൻ്റെയൊക്കെ സെമൻ അവൈലബിൾ ആണ്. പുള്ളി പറഞ്ഞൊരു മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിൽ നിന്നും അതർ സ്റ്റേറ്റിൽ നിന്നും പല ബ്രീഡർമാരും പല കച്ചവടക്കാരും വീഡിയോസ് അയച്ചു കൊടുത്തിട്ട്, നല്ല നല്ല വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് പൈസ അക്കൗണ്ടിൽ ഇടിച്ചിട്ട് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കയറ്റി വിടും. അത് കാണിച്ച വീഡിയോയിലുള്ള സാധനങ്ങളല്ല, അതെല്ലാം നാട്ടിൽ നടക്കുന്നതാണ്. അതിലൊന്നും പോയി പെടരുത് എന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി പെടരുത്. അപ്പോൾ ഇനി നമുക്ക് പുള്ളിയുടെ ഇവിടെ നിൽക്കുന്ന പുള്ളിയുടെ ആനിമൽസിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഏകദേശം ഈ വീഡിയോ ഏകദേശം ഒരു മണിക്കൂറോളം കാണും. അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. ഇവിടെ 45 ഡിഗ്രി ചൂടിൽ ഇദ്ദേഹം ഇത്രയും ഇരുന്ന് ഇത്ര ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് അദ്ദേഹം, ആ ഒരു ക്ഷമ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുന്നത് തന്നെ. അപ്പം കോസബ് बहुत धन्यवाद. केरला लोग का बहुत ये था, डाउट्स था. हम लोग एक बैठ के रेक्टिफाई किया.